സംസ്ഥാനത്തെ 2 IAS ഓഫീസർമാർ സസ്പെൻഷനിലാണ്. അതും ഗുരുതരമായ അച്ചടക്ക ലംഘനത്തിന്റെ പേരിൽ. മേലുദ്യോഗസ്ഥനെതിരെ സകല സർവീസ് ചട്ടങ്ങളും കാറ്റിൽ പറത്തി സമൂഹ മാധ്യമങ്ങൾ വഴി നടത്തിയ പുലഭ്യം പറച്ചിലിന്റെ പേരിലാണ് കൃഷിവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി N പ്രസാദിനെ സസ്പെൻഡ് ചെയ്തത്. സൈബർ ഇടങ്ങളിൽ എതിരാളികളെ വലിച്ചു കീറി രസിക്കുന്ന മനോരോഗിയുടെ നിലവാരത്തിലേക്ക് താഴാനുള്ള മത്സരത്തിലായിരുന്നു പ്രശാന്ത് ബ്രോ. മാടമ്പള്ളിയിലെ ചിത്തരോഗി എന്നാണ് അദ്ദേഹം തന്റെ മേലുദ്യോഗസ്ഥനെ അഭിസംബോധന ചെയ്തത്. എന്തായാലും വിസിൽ ബ്ലോവർ ആണ് താനെന്ന ബോധ്യത്തിൽ തോന്നുന്നതെന്തും എവിടെയും വിളിച്ചു പറയാൻ പ്രശാന്തിനാവില്ല. കാരണം അദ്ദേഹം ചട്ടപ്പടി പ്രവർത്തിക്കേണ്ട ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. ആ ബോധ്യം വിസ്മരിച്ചുകൊണ്ടാണ് പലപ്പോഴും പല കാലത്തും അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിലൂടെ ഇടപെട്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും തനിക്ക് തോന്നുന്നത് എവിടെയും എങ്ങനെയും വിളിച്ചു പറയാമെന്ന അദ്ദേഹത്തിന്റെ ധാർഷ്ട്യം അംഗീകരിച്ചു കൊടുക്കാൻ സർക്കാർ തയ്യാറായില്ല. എന്നാൽ വ്യവസായ വകുപ്പ് ഡയറക്ടർ K ഗോപാലകൃഷ്ണനെതിരായ നടപടി അതീവ ഗുരുതരമായ ഒരു കുറ്റാരോപണത്തിന്റെ പേരിലാണ്. സംസ്ഥാനത്തെ IAS ഉദ്യോഗസ്ഥന്മാർക്കിടയിൽ മതാടിസ്ഥാനത്തിൽ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയെന്നാണ് അദ്ദേഹത്തിന്റെ പേരിലുള്ള കുറ്റാരോപണം. തന്റെ ഫോൺ ഹാക്ക് ചെയ്ത് 11ഓളം വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി എന്നാണ് അദ്ദേഹം പരാതിപ്പെട്ടത്. എന്നാൽ പോലീസ് നടത്തിയ പരിശോധനയിൽ അദ്ദേഹത്തിന്റെ വാദം തെറ്റാണെന്ന് തെളിഞ്ഞു. അദ്ദേഹത്തിന്റെ ഫോണ് ഹാക്ക് ചെയ്യപ്പെട്ടിട്ടില്ലെന്നാണ് സൈബർ പോലീസ് പറയുന്നത്. കാര്യം നിസ്സാരമല്ല. വർഗീയ വിധ്വംസക ശക്തികൾ ഏതു മേഖലയിലും നുഴഞ്ഞു കയറുമെന്നതിന്റെ തെളിവാണ് ഗോപാലകൃഷ്ണൻ IASന്റെ വാട്സാപ്പ് ഗ്രൂപ്പ് രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഇതാദ്യവുമല്ല. കേരളത്തിലെ സേനകളിൽ, സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കിടയിൽ ഒക്കെ ഇത്തരം ശക്തികൾ ഏറെക്കാലമായി പല പേരുകളിലും സ്ലീപ്പർ സെല്ലുകളായി പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ ആശയം പ്രചരിപ്പിക്കാൻ, അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ സേനയെ അല്ലെങ്കിൽ സംവിധാനത്തെ ഉപയോഗപ്പെടുത്താനാണ് ഇത്തരം ഗ്രൂപ്പുകൾ വഴി അവർ ശ്രമിക്കുന്നത്. എന്തായാലും IAS ഉദ്യോഗസ്ഥന്മാർക്കിടയിൽ മതാടിസ്ഥാനത്തിൽ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയ സംഭവത്തോടെയെങ്കിലും സർക്കാർ സംവിധാനങ്ങളിൽ, സേനകളിൽ നുഴഞ്ഞു കയറിയ വർഗീയ വിധ്വംസക ശക്തികളെ കണ്ടെത്താനും തിരിച്ചറിയാനും അവരെ പടിക്ക് പുറത്താക്കാനും സർക്കാരിന് സാധിക്കട്ടെ. ഇത് നിസ്സാരമായ സംഭവമേ അല്ല. നമ്മുടെ സംവിധാനങ്ങളെ ആകെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്ന വർഗീയ ശക്തികളെ ഏതു വിധേനയും ഇല്ലാതാക്കാനുള്ള ശ്രമം സർക്കാരാണ് തുടക്കം കുറിക്കേണ്ടത്. കാരണം നടപ്പിലും ഇരിപ്പിലും ചിന്തയിലും ഭക്ഷണത്തിലും വെള്ളത്തിലും വരെ വർഗീയത കാണുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അത്യന്തം ആപത്കരമായ ഈ കാലത്ത് അതിനെ മറികടക്കാനുള്ള ആശയങ്ങളും ചിന്തകളും പരിപാടികളുമാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകേണ്ടത്.